വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. എന്താ, ആരെയാണ് യേശു വിളിക്കുന്നത്? യേശു വിളിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയാണ്. സമയം പാഴാക്കി കളയരുത്. എന്തിനു വേണ്ടി? ദൈവത്തെ വിളിക്കാൻ വേണ്ടി സമയം പാഴാക്കി കളയരുത്. നാളെ ഞാൻ ദൈവത്തെ വിളിച്ചോളാം, അല്ലെ നാളെ ഞാൻ പ്രാർത്ഥിച്ചോളാം, നാളെ ഞാൻ വചനം വായിച്ചോളാം. ഇല്ല, മാറ്റി വെക്കാൻ പറ്റത്തില്ല. അന്നന്ന് ചെയ്യേണ്ടുന്നത് അന്നന്ന് ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മൾ മനസ്സിന് ആഗ്രഹം അതാണല്ലോ, നമ്മൾ നാളെ നീളെ മാറ്റി വെച്ചുകൊണ്ടിരിക്കരുത്. അത് അന്നന്ന് ചെയ്യാനായിട്ടുള്ളത് അന്നന്ന് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ പരിസരമൊക്കെ നല്ല നീറ്റായിട്ടിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നല്ല വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. നല്ലൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലതായിട്ട് വസ്ത്രമൊക്കെ നല്ല ധരിച്ചൊക്കെ നിൽക്കുമ്പോൾ നല്ലതായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നല്ലതായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ കണ്ണിന് നല്ല കാഴ്ച അതുള്ള നമ്മൾ നല്ലതെന്ന് പറയും. നല്ലതാണെന്ന് പറയും. അതേപോലെ ആ നല്ലതായിട്ട് നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നല്ലതായി തന്നെ ഇരിക്കണം. അതേപോലെ നമ്മൾ ഒരാളെ കുറിച്ച് ആരാധിക്കും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പം അത് കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. മറ്റേത് ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല വീട് നല്ലതായിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടേക്കുന്നു. അപ്പോൾ അത് ഈ ലോകപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വേറൊരാളെക്കുറിച്ച് അത് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ദൈവവചനം വായിക്കും എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ കർത്താവ്. അപ്പോൾ ഈ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കത് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും അത് ചെയ്തെങ്കിലും. ഞാനും നീ നൽകിടുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു, കുശവൻ്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നീ വന്നു നീ പണിയേണമേ. ഉണ്ടോ? കുശവൻ്റെ കയ്യിലെ മൺപാത്രം പോലെ മെനഞ്ഞെടുക്കുവാൻ ആർക്ക് സാധിക്കും? നമ്മുടെ കർത്താവിന് സാധിക്കും. നമ്മൾ ഒരു നാൾ ഈ പൊടിയിൽ അലിഞ്ഞു ചേരേണ്ടുന്നതാണ്. നമ്മൾ ഡെത്തായി കഴിയുമ്പം നമ്മളെ ഒരു പെട്ടിയിലാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കുഴിയിലേക്ക് ഇറക്കി വിട്ട് അവർ പോകും. പക്ഷെങ്കിൽ അതോടെ നമ്മളുടെ ഈ ലോക ജീവിതം തീരും, പിന്നെയില്ല നമുക്ക്. പക്ഷെങ്കിൽ നമുക്ക് ഓരോ വ്യക്തിക്കും ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ നൽകി തന്നുണ്ട്. ആ കുഴിയോട്ട് വെച്ചാലും ആ ആത്മാവ് അവിടെ കിടക്കത്തില്ല. ചെല്ലേണ്ടുന്നിടത്ത് എത്തിച്ചേരണം. ചെല്ലേണ്ടുന്ന എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവ്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മാവ് ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടിയാണ്. അതാണ് ദൈവം. ആരാണ്? സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, ഉന്നതനാണ്. ഉന്നതൻ, അത്യുന്നതൻ. അതാണ് പേര്. യേശു എന്ന് പേർ വിളിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ സുവിശേഷ ഭാഗത്തിൽ പറയുന്നുണ്ട് യേശുവിനെ കുറിച്ച്. 4 സുവിശേഷ ഭാഗങ്ങളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷ ഭാഗങ്ങളുണ്ട്. ഈ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉയർപ്പിൻ ജീവനാൽ നിത്യാജീവൻ നൽകും കർത്താവിനോടു കൂടെ നിത്യവാസമാമേ. കണ്ടോ? നമ്മൾ കർത്താവിനോട് കൂടിയാണ് ഉയർത്തെഴുന്നേറ്റ്. നമ്മുടെ കർത്താവിനോട് കൂടിയാണ് നമ്മൾ വസിക്കേണ്ടത്. നമുക്ക് വേണ്ടി കാൽവറി പരമയാഗമായി തീർന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും പോയി കർത്താവിൻ്റെ രാജ്യത്തിലാണ് ചെന്ന് ചേരേണ്ടുന്നത്. ആ കർത്താവിൽ ആശ്രയിച്ച് ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുക. കുഞ്ഞുങ്ങളൊക്കെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ കടന്നു പോവുകയും ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ യാത്ര ചെയ്ത് ദൈവമുഖത്തേക്ക് നോക്കി പോകേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കും, ജയത്തോടെ നടത്തും. നിങ്ങളുടെ നിലവുകൾ കർത്താവിൻ്റെ നിലവുകളാണ് നിങ്ങളിൽ നിറവേറുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കും. എന്താ നമുക്ക് വേണ്ടുന്നത് അത് കറക്റ്റ് സമയത്ത് ദൈവം തരും. അപ്പോൾ ദൈവത്തെ സമർപ്പിച്ച് ഓരോരുത്തരും യാത്ര ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.